ഇതിപ്പം ഡിസംബർ 24 ചോദിച്ചിരുന്ന വൺ ഓഫ് ദി ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് നോക്കാം. ഞാനിത് ക്ലാസ്സിലൊക്കെ പല ദിവസങ്ങളും ഞാനിത് കോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ക്ലാസ്സിൽ ശ്രദ്ധിച്ചിട്ടുള്ള സ്റ്റുഡൻസിന് അറിയാൻ സാധിക്കും. ഇവിടെ പറഞ്ഞേക്കുന്ന നോക്കി, ന്യൂ ക്ലാസിക്കൽ മാക്രോ മോഡലിനെ കോട്ട് ചെയ്താണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് ദെൻ വിതൗട്ട് ദി അനാൻസിപ്പറി ഷോക്സ് വി മേ ഹാവ് വാട്ട് കൈൻഡ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് എന്നാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ കോട്ട് ചെയ്തിരിക്കുന്നത് ഏതാണ്? ന്യൂ ക്ലാസിക്കൽ മാക്രോ എക്കണോമിക് മോഡലാണ്. ആൻഡ് ദെൻ ഒരു കണ്ടീഷൻ ക്ലോസിൽ പറഞ്ഞിട്ടുണ്ട്, വിതൗട്ട് അൺആന്റിസിപ്പേറ്റഡ് ഷോക്സ്. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ഷോക്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം റിയൽ ബിസിനസ് സൈക്കിൾ തിയറിയാണ്. ആരുടെ? ന്യൂ ക്ലാസിക്കൽ മോഡൽസിന്റെ റിയൽ ബിസിനസ് സൈക്കിൾ തിയറിയിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. പക്ഷെ അത് കണക്റ്റഡ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസ് അവിടെ എടുത്ത് നോക്കാം. വോളണ്ടറി അൺഎംപ്ലോയ്മെന്റ് തന്നിട്ടുണ്ട്, ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെന്റ് തന്നിട്ടുണ്ട്, ഡിസ്കൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് തന്നിട്ടുണ്ട്, സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെന്റ് തന്നിട്ടുണ്ട്, ആൻഡ് ദെൻ ദ നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് നമുക്ക് തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, സോ അപ്പൊ ഇവിടെ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതെല്ലാം കണ്ടിന്യൂറ്റി വരുന്ന ടോപ്പിക്കുകളാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത് തീർത്തിരുന്ന ഡിഫറെന്റ് സ്കൂൾ ഓഫ് തോട്ട്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിനോട് കണക്റ്റഡ് ആണ്. ഇനി നമുക്ക് അടുത്ത തിയറികളിലേക്ക് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞൊരു കണക്ഷൻ നമ്മളെ സംബന്ധിച്ച് എന്താണ് വളരെ ഇമ്പോർട്ടന്റ് ആണെന്നുള്ളതാണ്. അപ്പൊ ലാസ്റ്റ് ടൈം ചോദിച്ച ക്വസ്റ്റ്യനിൽ ന്യൂ ക്ലാസിക്കൽ മാക്രോ എക്കണോമിക് മോഡൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് ദെൻ വിതൗട്ട് ദി അൺആന്റിസിപ്പേറ്റഡ് ഷോക്സ് വാട്ട് കൈൻഡ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ദർ വിൽ ബി എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ തന്നെ നമുക്ക് ബേസിക്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് അവിടെ വന്നു കഴിയുമ്പോൾ ബേസിക്സ് എന്ന് വെച്ചാൽ എന്താ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്? ഫോർ എക്സാമ്പിൾ, വോളണ്ടറി അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുമ്പോൾ അത് ക്ലാസിക്കലാണ്. സ്കൂൾ ഓഫ് തോട്ട്സിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏതാ പറഞ്ഞിരിക്കുന്നത് ഒരു ബേസിക് അവയർനെസ് ആണ്. അതേപോലെ തന്നെ ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെന്റ് എടുക്കുമ്പോൾ അത് കെയ്നീഷ്യൻ ആണ്, അല്ലെ? ആൻഡ് ഡിസ്കൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് എടുക്കുമ്പോൾ ഡെവലപ്പിംഗ് എക്കോണമിയിലേക്ക് കാണുന്ന അഗ്രികൾച്ചറുമായിട്ട് കോറിലേറ്റഡ് ആയിട്ടുള്ള മാർജിനൽ പ്രൊഡക്ടിവിറ്റി സീറോ നെഗറ്റീവ് ആവുന്ന ഒരു കൈൻഡ് ഓഫ് കോൺസെപ്റ്റ് ആണെന്നുള്ളതാണ്. സൈക്ലിക്കൽ വരുമ്പോഴോ ഇത് വളരെ കെയർഫുൾ ആയിട്ട് ഡീൽ ചെയ്യണം, എസ്പെഷ്യലി ഈ ക്വസ്റ്റ്യൻ പോയിന്റ് ഓഫ് വ്യൂ. സൈക്ലിക്കൽ എന്ന് പറയുന്നത് ബിസിനസ് സൈക്കിളിന്റെ അപ്സിങ്സ് അതുപോലെ ഡൗൺസിങ്സുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ബേസിക്കലി എന്ന് പറഞ്ഞിരിക്കുന്നത്. സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെന്റ് നാച്ചുറലി നമ്മൾ ഡിസ്കസ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ ടൂറിസം പോലെയുള്ള ചില സർവീസുകളും അതുമായിട്ട് ബന്ധപ്പെട്ട ചില മേഖലകൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ സീസണാണ് അവിടുത്തെ ഡിമാൻഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്, ശരിയല്ലേ? പിന്നെ അതേപോലെ തന്നെ പല കൂൾ ഡ്രിങ്ക്സ് പോലുള്ള കാര്യങ്ങൾ, ഐസ്ക്രീംസ് പോലുള്ള ഇൻഡസ്ട്രീസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സീസണലി അവിടെ വേരിയേഷൻസ് വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഓക്കെ, അതനുസരിച്ച് അവിടെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി കൂടാനുള്ള പോസിബിലിറ്റി ഉണ്ട്, കുറയാനുള്ള പോസിബിലിറ്റി ഉണ്ട്. വളരെയധികം ഡിമാൻഡുള്ള സീസൺ ആണെന്നുണ്ടെങ്കിൽ അവർ ഈ പറഞ്ഞ രീതിയിലേക്ക് എന്ത് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്, കുറെ ആൾക്കാരൊക്കെ അഡീഷണൽ ആയിട്ട് ഹയർ ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. നേരെ തിരിച്ച് ഓഫ് സീസൺ ആണെന്നുണ്ടെങ്കിൽ ഉള്ള ആൾക്കാരുടെ എണ്ണം കുറഞ്ഞ് മിനിമം നമ്പർ ഓഫ് സ്റ്റാഫ്സിൽ പോകാനുള്ള പോസിബിലിറ്റീസ് അവിടെ ഉണ്ട്. ആൻഡ് ദെൻ പിന്നീട് തന്നിരിക്കുന്ന ഓപ്ഷൻ ഏതാണ്? നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ്. നമുക്ക് തന്നിരിക്കുന്ന ഓരോ ടൈപ്സും നമുക്ക് അറിഞ്ഞിരിക്കണം. അതിനെ നമുക്ക് സ്കൂൾ ഓഫ് തോട്ടുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കണം? കണക്ട് ചെയ്യാൻ സാധിക്കണം. അപ്പൊ നമ്മുടെ കോൺസെപ്റ്റ് ഇതാണ്. ടൈപ്സ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു. അതിനെ എക്കണോമിക്സിലെ മേജർ തിയറീസുമായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു? കണക്ട് ചെയ്യാൻ പോകുന്നതാണ്. ഫോർ എക്സാമ്പിൾ, എപ്പോഴും നമ്മൾ പറയില്ലേ ക്ലാസിക്കൽ തിയറി എന്ന് പറയുമ്പോൾ അവിടെ എന്താണുള്ളത്? ഫുൾ എംപ്ലോയ്മെന്റ് ആണുള്ളത്. ക്ലാസിക്കൽ കെനീഷ്യൻ ഡിഫറൻസ് നമ്മൾ പഠിച്ചാണ് ഫുൾ എംപ്ലോയ്മെന്റ് ആണുള്ളത്. കെനീഷ്യൻ എന്ന് പറയുമ്പോൾ എന്താണ്? അണ്ടർ എംപ്ലോയ്മെന്റ് ആണുള്ളത്. ഓക്കെ, ഇക്വിലിബ്രിയം പൊസിഷൻ എടുക്കുമ്പോൾ അണ്ടർ എംപ്ലോയ്മെന്റ് ആണ്. അവിടെ തന്നെ നമുക്ക് വേണ്ട ബേസിക്സ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. ഫുൾ എംപ്ലോയ്മെന്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഓർത്തിരിക്കുക അവിടെ എന്തുണ്ട്? നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ഉണ്ട്. ഓക്കെ, അൺഎംപ്ലോയ്മെന്റ് സീറോ എന്നൊരു മീനിങ് ഫുൾ എംപ്ലോയ്മെന്റ് ഇല്ല. ദർ വുഡ് ബി അൺഎംപ്ലോയ്മെന്റ്, ബട്ട് ഏത് നേച്ചറിലായിരിക്കും അത് ഉണ്ടായിരിക്കുന്നത്? വോളണ്ടറി ഇൻ നേച്ചർ ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റും സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് ഒക്കെ എന്തുണ്ട്? പോസിബിലിറ്റീസ് അവിടെ ഉണ്ട് എന്നുള്ളത്. അപ്പൊ നമ്മൾ ഇന്നത്തെ ടോപ്പിക് ഇതാണ്. നമ്മളെ സംബന്ധിച്ച് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അൺഎംപ്ലോയ്മെന്റ്. ഈ കണക്ഷൻ നമുക്ക് ഉണ്ടെങ്കിലാണ് ഇത് പിന്നീട് നമുക്ക് പല തിയറികളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നത്? കണക്ട് ചെയ്യാൻ സാധിക്കുന്നത്. കെനീഷ്യൻ തിയറി, അതുപോലെ തന്നെ ന്യൂ കെനീഷ്യൻ തിയറീസ്, ആൻഡ് ദെൻ ക്ലാസിക്കൽ തിയറീസ്, ന്യൂ ക്ലാസിക്കൽ തിയറീസ്, ആൻഡ് ദെൻ പിന്നീട് വരുന്ന ഫിലിപ്സ് കർവിന്റെ ലോങ് റൺ വെർഷനിലേക്ക് നമുക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ട്രേഡ് ഓഫ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യപ്പെടാറിരിക്കേണ്ട കാര്യങ്ങൾ, മിൽട്ടൺ ഫ്രീഡ്മാന്റെ റോൾ അവിടുത്തെ, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടൈപ്സ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ബേസിക്സ് ആണ് എന്നുള്ളതാണ്. അപ്പം ഒന്നാമത്തെ ക്വസ്റ്റൻ നമുക്ക് സോൾവ് ചെയ്താലോ? ഏറ്റവും റീസെന്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റൻ. അപ്പൊ റിവേഴ്സ് പാറ്റേൺ അങ്ങ് പോകാതെ റീസെന്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റൻ മുതൽ നമുക്കൊരു പുറകോട്ട് നമുക്കൊന്ന് പോകാം. അത് കഴിഞ്ഞ ശേഷം നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ദിവസങ്ങളെ ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ തിയറിയുടെ കണക്ഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ക്ലിയർ? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, അല്ലെ? അതുപോലെ സ്ക്രീൻ ഷെയറിംഗ് ഒക്കെ വന്നു ഇതിനും റീഡബിലിറ്റി അങ്ങനത്തെ കാര്യങ്ങൾ പെർഫെക്റ്റ് ഇല്ലേ? നമുക്ക് ആ ക്വസ്റ്റിന്റെ സോൾവ് ചെയ്ത് കറക്റ്റ് എക്സ്പ്ലനേഷൻ പോയാലോ? ഷാൽ വി? റെഡി അല്ലേ? സോൾവ് ചെയ്യാം? യെസ്, ഓക്കെ, ഫൈൻ. അപ്പൊ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഏറ്റവും റീസെന്റ് ആയിട്ട് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ ആണ്. നമുക്കവിടെ കോട്ട് ചെയ്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഏത് സ്കൂൾ ഓഫ് തോട്ടിനെയാണ് കോട്ട് ചെയ്തിരിക്കുന്നത്? ന്യൂ ക്ലാസിക്കൽസിനെയാണ്. ന്യൂ ക്ലാസിക്കൽസ്. അപ്പൊ നമ്മൾ ഈ സ്കൂൾ ഓഫ് തോട്ട്സ് ഒക്കെ ഫിസിയോക്രാറ്റ്സ് നമ്മളോട് പഠിച്ചു വന്നിരിക്കുന്നതാണ്. തന്നിരിക്കുന്ന ഓപ്ഷൻ വോളണ്ടറി, ഇൻവോളണ്ടറി, ഡിസ്കൈസ്ഡ്, സൈക്ലിക്കൽ, ആൻഡ് ദെൻ ദി നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ്. ഓക്കെ, ലെറ്റ് us see. അപ്പൊ ഇവിടെ കോട്ട് ചെയ്ത് പറഞ്ഞിരിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഏതാ പറഞ്ഞിരിക്കുന്നത്? ആന്റിസിപ്പേറ്റഡ് അൺആന്റിസിപ്പേറ്റഡ് ഷോക്സ്. അപ്പൊ ഷോക്സുമായിട്ട് ബന്ധപ്പെട്ട ന്യൂ ക്ലാസിക്കൽ മാക്രോ എക്കണോമിക് തിയറി എന്ന് പറയുന്നതാണ് റിയൽ ബിസിനസ് സൈക്കിൾ തിയറിയാണ്. അപ്പൊ ഇവിടുത്തെ തിയറിറ്റിക്കൽ കണക്ഷൻ എന്ന് പറയുന്ന റിയൽ ബിസിനസ് സൈക്കിൾ തിയറി ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇതിനെ കണക്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, ദാറ്റ്സ് ഫൈൻ.
അതേപോലെ തന്നെ നമുക്ക് നോക്കി, അപ്പൊ നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളാണ്, അതിന്റെ ഒരു റിവിഷനാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. ഏതാണ് ന്യൂ ക്ലാസിക്കൽ സ്കൂൾ ഓഫ് തോട്ട് എടുത്തിട്ട് അവിടുത്തെ മേജർ അസംഷൻസ് നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ കാണാൻ സാധിക്കും? റാഷണൽ എക്സ്പെക്ടേഷൻ. റാഷണൽ എക്സ്പെക്ടേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ ന്യൂ ക്ലാസിക്കൽ മോഡലാണ്. ഇതേ സംഭവം തന്നെ ന്യൂ കെനീഷ്യൻസ് ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷേ റാഷണൽ എക്സ്പെക്ടേഷൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ആരാണ്? ന്യൂ ക്ലാസിക്കൽ ആണെന്നുള്ളതാണ്. അതുപോലെ തന്നെ എപ്പോഴും മാർക്കറ്റ് നാച്ചുറലി ക്ലിയറിംഗ് ആയിരിക്കും. വിച്ച് മീൻസ് വാട്ട്? ദ വേജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റി അവിടെ ഉണ്ട്. അൺഎംപ്ലോയ്മെന്റ് ഇല്ല ഈ പറഞ്ഞിരിക്കുന്ന ക്ലാസിക്കൽ ന്യൂ ക്ലാസിക്കൽ ഫോംസിൽ. എന്തുകൊണ്ടാണ് അൺഎംപ്ലോയ്മെന്റ് ഇല്ലാത്ത? വേജ് എപ്പോഴും നാച്ചുറലി ഫ്ലെക്സിബിൾ ആണ്, അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ലേബർ സപ്ലൈ കൂടിക്കുമ്പോൾ വേജ് കുറയും, അപ്പൊ നാച്ചുറലി ക്ലിയർ ചെയ്യപ്പെടും. ഓക്കെ, ആൻഡ് ദെൻ ലേബർ ഡിമാൻഡ് കൂടി കഴിഞ്ഞാലും ലേബർ സപ്ലൈ കുറഞ്ഞു കഴിഞ്ഞാലും എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണോ ഡിമാൻഡ് സപ്ലൈയിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ് അതിനോട് നാച്ചുറൽ ആയിട്ട് വേജ് അഡ്ജസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ മാർക്കറ്റ് എപ്പോഴും ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അൺഎംപ്ലോയ്മെന്റ് ഉണ്ടായിരിക്കത്തില്ല. ഓക്കെ, അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഉണ്ടായിരിക്കില്ല നമ്മൾ പറയുമ്പോൾ അവിടെ ക്ലിയർ ആയിട്ട് ഒരു കാര്യം മനസ്സിലാക്കുന്നുണ്ട്, നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് പോസിബിലിറ്റീസ് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് ദെൻ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന മേജർ പോയിന്റ്. റാഷണൽ എക്സ്പ്രഷന്റെ കൂടെ എന്തോടെയുണ്ട്? മാർക്കറ്റ് ക്ലിയറിംഗ് നേച്ചർ എപ്പോഴും ഈ പറഞ്ഞിരിക്കുന്ന ന്യൂ ക്ലാസിക്കൽ സ്കൂളിൽ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ആൻഡ് ദെൻ നോ മണി ഇലൂഷൻ. മണി ഇലൂഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഏത് ഫീച്ചറാണ് നമുക്കറിയാം? കെനീഷനും ന്യൂ കെനീഷനും ആണ് പറഞ്ഞത് മണി ഇലൂഷൻ ഫോളോ ചെയ്യുന്നത്. അത് എവിടെ ഉണ്ടായിരിക്കത്തില്ല? ഈ പറഞ്ഞിരിക്കുന്ന ന്യൂ ക്ലാസിക്കൽ സ്കൂൾ ഓഫ് തോട്ടിൽ ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. ആൻഡ് ദെൻ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് എപ്പോഴും ഇവിടെ എന്തായിരിക്കും? യെസ്, അവിടെ തന്നെ നമുക്ക് ആൻസർ വന്നു കഴിഞ്ഞു നമ്മുടെ ക്വസ്റ്റിന്റെ. അൺഎംപ്ലോയ്മെന്റ് എപ്പോഴും എന്തായിരിക്കും? വോളണ്ടറി ഇൻ നേച്ചർ ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, സോ ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഇവിടെ ഉണ്ട് അൺലെസ് ദർ ആർ അൺആന്റിസിപ്പേറ്റഡ് ഷോക്സ്. സി, ആന്റിസിപ്പേറ്റഡ് ഷോക്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, നോട്ട് ഡൗൺ ദാറ്റ് ആക്ച്വലി ആന്റിസിപ്പേറ്റഡ് ഷോക്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ അസംഷനുമായിട്ട് ഇവിടെ കണക്റ്റഡ് ആണ്. കാരണം എന്താണ്? ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. റാഷണൽ ആണെന്നുണ്ടെങ്കിൽ ഇന്ന കൈൻഡ് ഓഫ് ചേഞ്ച് മാർക്കറ്റിൽ ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളത് എക്കണോമിക് ഏജൻസി പ്രെഡിക്ട് ചെയ്യും. അതിനോട് അവർ ഫ്ലെക്സിബിലിറ്റി ഉപയോഗിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യും ഈ പറഞ്ഞിരിക്കുന്ന ന്യൂ കെനീഷ്യൻ സ്കൂൾ ഓഫ് തോട്ടിൽ. അതുകൊണ്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെന്റിലെ പോസിബിലിറ്റി പറയുന്നത് നമ്മൾ എന്ത് പറയുമ്പോഴത്തേനും അൺലെസ് ദർ ആർ അൺആന്റിസിപ്പേറ്റഡ് ഷോക്സ് എന്ന് പറയുന്നത്. വിച്ച് മീൻസ് ആന്റിസിപ്പേറ്റഡ് ഷോക്സ് ആണെങ്കിൽ പോലും അവിടെ എന്തായിരിക്കും? ഫുൾ എംപ്ലോയ്മെന്റ് ആയിരിക്കും. ആന്റിസിപ്പേറ്റഡ് ഷോക്സ് ആണെങ്കിൽ പോലും അവിടെ എന്തായിരിക്കും? ഫുൾ എംപ്ലോയ്മെന്റ് ആയിരിക്കും. കാരണം ആന്റിസിപ്പേറ്റ് ഷോക്സ് ഉണ്ടാകാൻ പോകുന്നു. ഏതെങ്കിലും ഒരു കൈൻഡ് ഓഫ് ബിസിനസ് സൈക്കിളിൽ ബൂമിനെ സപ്പോർട്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ടെക്നോളജിക്കൽ ചേഞ്ച് പോലുള്ള കാര്യങ്ങൾ, റിസഷൻ ഉണ്ടാകുന്ന ഏതെങ്കിലും നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് പോലുള്ള കാര്യങ്ങൾ എക്കോണമിയിൽ വരും എന്ന രീതിയിലേക്ക് ഏതെങ്കിലും കൈൻഡ് ഓഫ് ആന്റിസിപ്പേഷൻ നമുക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഈ പറയുന്ന ഫ്ലെക്സിബിലിറ്റി ഉപയോഗിച്ചുകൊണ്ട് ന്യൂ ക്ലാസിക്കൽ സ്കൂൾസിന് നമുക്ക് ഓഫ്സെറ്റ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് പറയുന്നത് ഇവിടുത്തെ അൺഎംപ്ലോയ്മെന്റ് വോളണ്ടറി ഇൻ നേച്ചർ ആണ്. വോളണ്ടറി ഇൻ നേച്ചർ ആണ്. ഓക്കെ, and then unless there are അൺആന്റിസിപ്പേറ്റഡ് ഷോക്സ് എന്നുള്ളത്. അപ്പൊ ആന്റിസിപ്പേറ്റഡ് ഷോക്സ് ഉണ്ടെങ്കിൽ എക്കണോമിക് ഏജൻസ് റാഷണൽ ആയതുകൊണ്ട് തന്നെ അതിനോട് അഡാപ്റ്റീവ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ബേസ് പോയിന്റ് കൂടെ നിങ്ങൾ ഓർത്ത് വെച്ചോണം. ആൻഡ് ദെൻ പിന്നെ പറഞ്ഞിരിക്കുന്ന നോക്കി, ഇൻ ദി ആബ്സെൻസ് ഓഫ് ഷോക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അപ്സിങ്സ് ഉണ്ടാവുന്ന ഷോക്സ് ഉണ്ട്, ഡൗൺ സിങ്സ് ഉണ്ടാവുന്ന ഷോക്സ് ഉണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യപ്പെട്ടതാണ് അല്ലെ. സി ഫോർ എക്സാമ്പിൾ ടെക്നോളജി പോലുള്ള ഇന്നോവേഷൻസ് പോലുള്ള കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ അപ്സിങ്സ് ആണ് വരുന്നത്, പ്രൊഡക്ടിവിറ്റി കൂടുന്ന കാര്യങ്ങളാണ്. നേരെ തിരിച്ച് ഒരു ഈ പറഞ്ഞ രീതിയിലേക്കുള്ള എന്താണ് എന്തെങ്കിലും ഒരു റാഡിക്കൽ ചേഞ്ചസോ അതല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിലേക്കുള്ള നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് പോലുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ബേസിക്കലി എന്താണ് റാഡിക്കൽ ചേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ പോളിസികൾ, ബിസിനസിന് സപ്പോർട്ടിങ് അല്ലാത്ത ചില പോളിസികളൊക്കെ ഗവൺമെന്റ് കൊണ്ടുവന്ന് കേട്ട് കഴിഞ്ഞാൽ അതല്ലാന്നുണ്ടെങ്കിൽ നാച്ചുറൽ കൈൻഡ് ഓഫ് ഏതാ ഡിസാസ്റ്റേഴ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അത് ബിസിനസ് സൈക്കിളിൽ ഡൗൺവേർഡ് സിങ്സ് കൊണ്ടിരുന്നതാണ്. അപ്പൊ എന്താ ഇത് ആബ്സെൻസ് ഓഫ്, അതായത് അപ്സിങ്സോ ഡൗൺ സിങ്സോ ഉണ്ടാകുന്ന ഷോക്സ് ഇല്ല എന്നുണ്ടെങ്കിൽ റിയൽ ഷോക്സ് എന്നാണ് ഇനി പറഞ്ഞിരിക്കുന്നത്. ഈ തിയറിയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? റിയൽ ഷോക്സ് എന്ന് പറയുന്നത്. അപ്പൊ റിയൽ ഷോക്സ് ഇല്ല എന്നുണ്ടെങ്കിൽ എപ്പോഴും എക്കോണമി എന്തായിരിക്കും? നാച്ചുറൽ ആയിരിക്കും ഓപ്പറേറ്റ് ചെയ്യുന്നത്. അത് നാച്ചുറൽ ലെവൽ ഓഫ് ഔട്ട്പുട്ടിലായിരിക്കും ഓപ്പറേറ്റ് ചെയ്യുന്നത്. സി ദാറ്റ്സ് ഇറ്റ്. ഇവിടെ തന്നെ നമുക്ക് ക്വസ്റ്റിന് വേണ്ടിയുള്ള കറക്റ്റ് എക്സ്പ്ലനേഷൻ നമുക്ക് അവിടെ വന്നു കഴിഞ്ഞു. അതായത് ന്യൂ ക്ലാസിക്കൽ സ്കൂൾ എടുത്തു കഴിയുമ്പോഴത്തേനും എക്സാക്ട്ലി ഇവിടുത്തെ അൺഎംപ്ലോയ്മെന്റ് ടൈപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? വോളണ്ടറി ഇൻ നേച്ചർ ആയിരിക്കും. വോളണ്ടറി ഇൻ നേച്ചർ ഡീറ്റെയിൽ നമ്മൾ കാണുന്നത് എന്താണെന്നുള്ളത്. വിച്ച് മീൻസ് ആൾക്കാരുടെ ചോയ്സ് ആണ്. ഓക്കെ, നാച്ചുറലി അവിടെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പ്രിവെയിലിംഗ് വേജ് റേറ്റിൽ നിങ്ങൾ വർക്ക് ചെയ്യാൻ വില്ലിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ജോലി കിട്ടും. എന്നാൽ നിങ്ങളത് വർക്ക് ചെയ്തില്ല എന്ന് നിങ്ങളുടെ തന്നെ ഒരു തീരുമാനമാണ് എന്നുണ്ടെങ്കിൽ അവിടെയാണ് ഈ പറഞ്ഞിരിക്കുന്ന എന്താ പറയുന്നത് ഒരു നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ഒരു പോസിബിലിറ്റി അവിടെ ഉള്ളത്. ദാറ്റ്സ് യുവർ കോൾ. എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഈസ് there but you are not working, that's absolutely your call എന്ന് പറയുന്നതാണ് ബേസിക്കലി അത് ഈ വോളണ്ടറി ഇൻ നേച്ചർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ തന്നെ നമുക്ക് ഇനി ക്വസ്റ്റിലേക്ക് നമുക്കൊന്ന് തിരിച്ചു പോയി. അതായത് പ്രധാനപ്പെട്ട മേജർ അസംഷൻസ് നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്കിവിടെ എന്ത് പറയാൻ സാധിക്കും? ഏതൊക്കെ ടൈപ്സ് ആണ് ഇവിടെ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ഈ പറഞ്ഞിരിക്കുന്ന ഷോക്സിനെ കോട്ട് ചെയ്ത് ന്യൂ ക്ലാസിക്കൽ സ്കൂൾസിനെ കോട്ട് ചെയ്ത് ഏത് കൈൻഡ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ഉണ്ടായിരിക്കും എന്ന് നമുക്ക് ഇപ്പൊ തന്നെ നമുക്ക് ആ ബേസ് ഇൻട്രൊഡക്ഷൻ തന്നെ നമുക്ക് ഇവിടെ പറയാൻ സാധിക്കും. ശരിയല്ലേ? വോളണ്ടറി ടൈപ്സ് അവിടെ ഉണ്ട്. ഓക്കെ, വോളണ്ടറി എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? വൺ ഓഫ് ദി മേജർ ക്ലാസിക്കൽ സ്കൂൾ ഓഫ് തോട്ട്സ് എടുക്കുമ്പോഴത്തെ മേജർ ഫീച്ചർ ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ എപ്പോഴും നമുക്ക് പറയാൻ സാധിക്കും റിയൽ ബിസിനസ് സൈക്കിൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ക്ലാസിക്കൽ സ്കൂൾ മേജർ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ എപ്പോഴും അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ പറയുന്ന ഒരു സിറ്റുവേഷനിൽ ഫുൾ എംപ്ലോയ്മെന്റ് നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടുന്നത്.
ഫുൾ എംപ്ലോയ്മെന്റ് എന്ന് പറയുമ്പോൾ അതിന്റെ മീനിങ് അവിടെ സീറോ അൺഎംപ്ലോയ്മെന്റ് എന്നല്ല, അവിടെ എന്തുണ്ടായിരിക്കാം, നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ഉണ്ടായിരിക്കും. അപ്പൊ ഈ പറയുന്ന രണ്ട് ബേസ് കോൺസെപ്റ്റുകൾ നമ്മുടെ മനസ്സിലുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റിന്റെ ആൻസർ ഇമ്മീഡിയറ്റ്ലി നമുക്കവിടെ സോൾവ് ചെയ്യാൻ നമുക്കവിടെ സാധിക്കും. റാഷണൽ എക്സ്പെക്ടേഷൻസ് ഉണ്ട്, മാർക്കറ്റ് ക്ലിയറിംഗ് ആണ്, ആൻഡ് ദെൻ മണി ഇലൂഷൻസ് ഇല്ല, അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് വോളണ്ടറി ഇൻ നേച്ചർ ആണ്, എപ്പോഴും ഷോക്സ് ഇല്ല എന്നുണ്ടെങ്കിൽ റിയൽ ബിസിനസ് സൈക്കിൾ എക്കോണമി എന്തായിരിക്കും, നാച്ചുറൽ റേറ്റിലായിരിക്കും അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പൊ അൺഎംപ്ലോയ്മെന്റ് എന്തായിരിക്കും, നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ആയിരിക്കും അവിടെ ഉണ്ടാകാൻ പോസിബിലിറ്റി അതവിടെ ഉള്ളത് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ക്വസ്റ്റിന്റെ ആൻസറിലേക്ക് ഈസി ആയിട്ട് നമുക്ക് അവിടെ വരാൻ സാധിക്കും. ഏത് പറഞ്ഞിരിക്കുന്നത്, ന്യൂ ക്ലാസിക്കൽ മോഡൽ എടുത്ത് കഴിയുമ്പോഴത്തേനും അൺഎംപ്ലോയ്മെന്റ് ടൈപ്പ് എന്ന് പറയുന്നത് വോളണ്ടറി ഇൻ നേച്ചർ ആയിരിക്കും, അതേപോലെ തന്നെ എന്തായിരിക്കും, നാച്ചുറൽ റേറ്റ് ആയിരിക്കും എന്നുള്ളതാണ്, നാച്ചുറൽ റേറ്റ്. ഇനി ഇവിടെ നിങ്ങൾക്ക് കോംപ്ലിക്കേഷൻ വരാനുള്ള ഒരേ ഒരു പോസിബിലിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ജസ്റ്റ് 1 സെക്കൻഡ്. ഓക്കെ, സി നമുക്ക് ഈ സൈക്ലിക്കൽ കാണുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. കാരണം ഇവിടെ കോട്ട് ചെയ്തിരിക്കുന്നതാണ് റിയൽ ബിസിനസ് സൈക്കിൾ തിയറിയാണ്, അല്ലെ, റിയൽ ബിസിനസ് സൈക്കിളാണ് കോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ റിയൽ ബിസിനസ് സൈക്കിൾ തിയറി കോട്ട് ചെയ്യുമ്പോൾ അത് സൈക്ലിക്കൽ ആകാനുള്ള സാധ്യതയില്ല, അപ്സിങ്സും ഡൗൺസിങ്സും അല്ലേ ചെയ്യപ്പെടുന്നത് എന്നൊരു കോമ്പിനേഷൻ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഓപ്ഷൻ എ എടുത്ത് നോക്കി, എ വോളണ്ടറി പ്ലസ് ആൻഡ് ദെൻ സൈക്ലിക്കൽ എന്നൊരു സാധനം ഇവിടെ കിടക്കുന്നു, നമുക്കൊരു കൺഫ്യൂഷൻ വരാനുള്ള ഒരു പോസിബിലിറ്റി അതോടെ ഉണ്ട്. എസ്പെഷ്യലി ഞാൻ പറഞ്ഞു പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച കൺഫ്യൂഷൻ വളരെയധികം വാലിഡ് ആണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കോട്ട് ചെയ്തിരിക്കുന്ന ന്യൂ ക്ലാസിക്കൽ സ്കൂൾ ഓഫ് തോട്ടിൽ ഏതാ പറഞ്ഞിരിക്കുന്നത്, ഷോക്സ് എന്ന് പറയുന്നത് റിയൽ ബിസിനസ് സൈക്കിൾ ആണ്. റിയൽ ബിസിനസ് സൈക്കിൾ എന്ന് പറയുമ്പോൾ സൈക്ലിക്കൽ ചേഞ്ചിനെ കുറിച്ചാണ് പറഞ്ഞത്. ബട്ട് ലിസൺ ടു മീ, അവിടെ നമുക്ക് പറയുന്നത് ഈ എക്കോണമിയിലെ റിയൽ ബിസിനസ് സൈക്കിൾ പറഞ്ഞ എന്താണെന്ന് അറിയോ, അതായത് ഷോക്സ് ഇല്ല എന്നുണ്ടെങ്കിൽ എക്കോണമി എപ്പോഴും എന്തിലായിരിക്കും, നാച്ചുറൽ റേറ്റിലായിരിക്കും ഓപ്പറേറ്റ് ചെയ്യുന്നത്, ഔട്ട്പുട്ട് നാച്ചുറൽ റേറ്റിലായിരിക്കും, അൺഎംപ്ലോയ്മെന്റ് നാച്ചുറൽ റേറ്റിലായിരിക്കും. ഇത് എവിഡന്റ് തിയറിയിൽ പറയുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, സോ അപ്പൊ അങ്ങനെ വരുമ്പോൾ അവിടുത്തെ ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഏതാണ്, വോളണ്ടറി പ്ലസ് ഈ പറഞ്ഞിരിക്കുന്ന നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് എന്ന കോമ്പിനേഷൻ ആണ് ബെസ്റ്റ് ആൻസർ ആയിട്ട് അവിടെ വരേണ്ടത്. ഒരു കാരണവശാലും ഈ പറഞ്ഞിരിക്കുന്ന വോളണ്ടറി പ്ലസ് സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെന്റ് എന്ന രീതിയിലേക്ക് പോകാൻ പാടില്ല. റിയൽ ബിസിനസ് സൈക്കിൾ കോട്ട് ചെയ്ത് കഴിഞ്ഞാലും നോട്ട് ദ പോയിന്റ്. അതാണ് പ്രധാനപ്പെട്ട ഒരു കറക്ഷൻ പോയിന്റ് ആയിട്ട് നിങ്ങൾ അവിടെ ഓർത്തിരിക്കേണ്ടത് എന്നുള്ളതാണ്. ഇനി നമുക്ക് അവിടുത്തെ ഡിഫറെന്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് നമുക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ എടുത്ത് നോക്കി, ഒന്നാമതെനിക്ക് നമ്മളെ സംബന്ധിച്ച് എന്താണ്, വോളണ്ടറി അൺഎംപ്ലോയ്മെന്റ് ആണ് ക്വസ്റ്റൻ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഇതിന്റെ കൂടെ തന്നെ ഷോർട്ട് നോട്ട്സ് ക്രിയേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇമ്മീഡിയറ്റ്ലി LMS വരും. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട സ്ക്രീൻഷോട്ടോ കാര്യങ്ങളൊക്കെ എടുത്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് റെഫറൻസിന് വേണ്ടി എടുത്തു വെക്കാവുന്നതാണ്. ഓക്കെ, സോ അപ്പൊ വോളണ്ടറി അൺഎംപ്ലോയ്മെന്റ് എന്താണ്, സി നമ്മളെ സംബന്ധിച്ച് എക്സിസ്റ്റിംഗ് വേജ് റേറ്റിൽ നിങ്ങൾ ജോലി ചെയ്യാൻ തയ്യാറാകുന്നില്ല. എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞിരിക്കുന്ന എക്കോണമിയിൽ വളരെയധികം എവിഡന്റ്ലി അവൈലബിൾ ആണ്. പക്ഷെ നിങ്ങൾ വർക്ക് ചെയ്യാൻ തയ്യാറാകുന്നില്ല. നിങ്ങൾ ചൂസ് ചെയ്യുന്ന കുറച്ചുകൂടെ ഏതാ പറഞ്ഞിരിക്കുന്നത് ആ ഒരു വേജ് റേറ്റിൽ നിങ്ങളുടെ ലേഷർ ടൈം ആണ് എന്ന് പറയുന്ന ഒരു ട്രേഡ് ഓഫ്, അതാണ് ട്രേഡ് ഓഫ് ബിറ്റ്വീൻ ഈ പറയുന്ന ലേഷർ ആൻഡ് എംപ്ലോയ്മെന്റ് ആണ് ഇവിടെ വർക്ക് ആവുന്നത് ബേസിക്കലി. ഇത് നമ്മൾ ഈ പറയുന്ന റിയൽ ബിസിനസ് സൈക്കിൾ പഠിപ്പിച്ചപ്പോൾ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിരിക്കുന്ന ഒരു മേജർ പോയിന്റ് ആണ്. അവിടെ ആൾക്കാർക്കിടയിൽ ട്രേഡ് ഓഫ് നമുക്ക് കാണാൻ സാധിക്കും ബിറ്റ്വീൻ എംപ്ലോയ്മെന്റ് ആൻഡ് ലേഷർ എന്ന് പറഞ്ഞ രീതിയിലേക്ക്. അതായത് എക്സിസ്റ്റിംഗ് വേജ് റേറ്റിൽ വർക്ക് ചെയ്യണോ അതെയോ ഈ പറഞ്ഞ രീതിയിലേക്ക് നിങ്ങളെ ലേഷർ ടൈം ആയിട്ട് നിങ്ങൾ അത് ചൂസ് ചെയ്യണോ. അപ്പൊ അങ്ങനത്തെ ഒരു കോൾ വന്നു കഴിയുമ്പോഴത്തേനും നിങ്ങൾ വർക്ക് ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ വോളണ്ടറി കോൾ ആണ് ബേസിക്കലി. നിങ്ങൾ കുറച്ചുകൂടെ നിങ്ങളുടെ മാനസിക ആരോഗ്യത്തിനും പ്രഷർ ഇല്ലാത്ത സിറ്റുവേഷൻസും കുറച്ചുകൂടെ സുഖകരമായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ് പ്രിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ആൾക്കാർ വർക്ക് ചെയ്യുന്നില്ല എന്ന് തീരുമാനിക്കുന്ന സിറ്റുവേഷൻ വന്നേക്കാം. പക്ഷെ അതിന്റെ മീനിങ് എക്കോണമിയിൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഇല്ല എന്നുള്ളതല്ല. അപ്പൊ റിയൽ ബിസിനസ് സൈക്കിൾ തിയറി അനുസരിച്ച്, ക്ലാസിക്കൽ തിയറി അനുസരിച്ച്, അല്ലെങ്കിൽ ന്യൂ ക്ലാസിക്കൽ മോഡൽ അനുസരിച്ച് വോളണ്ടറി അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ക്വൈറ്റ് നാച്ചുറൽ കോമൺ ഫീച്ചർ ആണ്. അപ്പൊ നമ്മുടെ കൺക്ലൂഷൻ പോയിന്റ്, ക്ലാസിക്കൽ സിസ്റ്റം ആണെങ്കിലും ന്യൂ ക്ലാസിക്കൽ സിസ്റ്റം ആണെങ്കിലും അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് എപ്പോഴും ഏതായിരിക്കും, വോളണ്ടറി ഇൻ നേച്ചർ ആയിരിക്കും. നോട്ട് മൈ പോയിന്റ്. ആൻഡ് ദെൻ അതേപോലെ തന്നെ കെനീഷ്യൻ സിസ്റ്റം ആണെങ്കിലും ന്യൂ കെനീഷ്യൻ സിസ്റ്റം ആണെങ്കിലും അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, ഇൻവോളണ്ടറി ഇൻ നേച്ചർ ആയിരിക്കും ബേസിക്കലി. അതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യപ്പെടേണ്ടത്. നമ്മുടെ ഓപ്ഷൻ തന്നിരിക്കുന്ന ഓപ്ഷൻ ബി എന്ന് പറയുന്നത് അതാണ്, ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെന്റ് ആണ്. സി ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെന്റ് ഒരിക്കലും ഒരു ക്ലാസിക്കൽ തിയറിയുടെയോ ന്യൂ ക്ലാസിക്കൽ തിയറിയുടെയോ ഫീച്ചർ ആയിട്ട് നമുക്ക് ഇവിടെ പറയാൻ സാധിക്കത്തില്ല. കാരണം കുറച്ച് മുമ്പേ നമ്മൾ അസംഷൻസ് നമ്മൾ കണ്ടതാണ്. എന്താ നമ്മൾ അസംഷനിൽ കണ്ടിരിക്കുന്നത്, ഇത് കണ്ടോ, മാർക്കറ്റ് ക്ലിയറിംഗ് എന്ന് പറയുന്ന മേജർ പോയിന്റ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന ഏതിന്റെ, ക്ലാസിക്കൽ ആണെങ്കിലും ന്യൂ ക്ലാസിക്കൽ ആണെങ്കിലും. എന്ന് വെച്ചാൽ വേജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. അതാണ് വേജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. പക്ഷേ ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെന്റ് വൺ ഓഫ് ദി മേജർ റീസൺസ് എന്ന് പറയുന്നത് വേജ് പ്രൈസ് റിജിഡിറ്റി ആണ്. വേജ് പ്രൈസ് റിജിഡിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് സ്റ്റിക്കി പ്രൈസസ് എന്ന് പറഞ്ഞിരിക്കുന്നത് എവിടെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്, മേജർ ആയിട്ട് കെനീഷ്യൻ സ്കൂളും ആൻഡ് ദ ന്യൂ കെനീഷ്യൻ സ്കൂൾ ഓഫ് തോട്ട്സിലാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. എന്ന് മാത്രമല്ല ക്ലാസ്സുകൾ ഞാൻ നിങ്ങളോട് വളരെ എവിഡന്റ്ലി പറഞ്ഞത് എപ്പോഴും കെനീഷ്യൻ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നതാണ് ഇൻവോളണ്ടറി ഇൻ നേച്ചർ ആണെന്നുള്ളതാണ്. വിച്ച് മീൻസ് നമ്മൾ കഴിഞ്ഞ ദിവസം ഒബ്ജക്റ്റീവ് ക്വസ്റ്റൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ലേബർ സപ്ലൈക്കറോട് വെർട്ടിക്കൽ ഈ പറഞ്ഞ രീതിയിലേക്ക് ഫ്ലാറ്റ് ആയിരിക്കും എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. എന്തുകൊണ്ടാണ് എക്സിസ്റ്റിംഗ് വേജ് റേറ്റിൽ
വർക്ക് ചെയ്യാനായിട്ട് ആൾക്കാർ വില്ലിംഗ് ആണ്. അൺലിമിറ്റഡ് സപ്ലൈ ഓഫ് ലേബർ ഈസ് ദർ, ബട്ട് വി ആർ നോട്ട് ഗെറ്റിംഗ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി. ആ ഒരു ഗിവൻ സിറ്റുവേഷൻ ആണ് എക്കോണമിയിലുള്ളത്. അതായത് ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെന്റ് വരുമ്പോൾ ലേബർ സപ്ലൈ കുറവ് എന്തായിരിക്കും? ഫ്ലാറ്റ് ആയിരിക്കും. കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത പ്രീവിയസ് ക്വസ്റ്റൻ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. ബേസിക്കലി ഏതാണ്? അപ്വേർഡ് സ്ലോപ്പിംഗ് ആണോ, ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണോ, വെർട്ടിക്കൽ ആണോ, അതോ ഈ പറഞ്ഞ രീതിയിലേക്ക് നമ്മളെ സംബന്ധിച്ച് ഏതാ പറഞ്ഞിരിക്കുന്നത് ഹൊറിസോണ്ടൽ ഫ്ലാറ്റ് ആണോ വരുന്നത്? ഏത് രീതിയിലേക്കാണ് ലേബർ സപ്ലൈ കർവ് ഇൻവോളണ്ടറി അൺഎംപ്ലോയബിൾ? അപ്പൊ എന്നൊരു ക്വസ്റ്റൻ കഴിഞ്ഞ ദിവസം നമ്മൾ സോൾവ് ചെയ്തത്. എന്റെ ആൻസർ എന്ന് പറയുന്നത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആവുന്ന വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിമാൻഡ് കർവ് ആയിരിക്കും ആക്ച്വലി ഈ പറയുന്ന ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെന്റ് വരുമ്പോൾ. അത് തന്നെയാണ്. അപ്പൊ ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെന്റ് എന്ന് വെച്ചാൽ എക്സിസ്റ്റിംഗ് വേജ് റേറ്റിൽ ആൾക്കാർ വർക്ക് ചെയ്യാൻ വില്ലിംഗ് ആണ്, എന്നാൽ അറ്റ് ദ സെയിം ടൈം ആ എക്സിസ്റ്റിംഗ് വേജ് റേറ്റിൽ നിങ്ങൾ വർക്കിംഗ് വില്ലിംഗ് ആവുന്ന എല്ലാ ആൾക്കാർക്കും ഓപ്പർച്യൂണിറ്റീസ് അവിടെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞാണ്. ഈ കോൺസെപ്റ്റ് പൂർണ്ണമായിട്ടും വരുന്നത് ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെന്റ് ബേസ് റീസൺ ആണ് നമ്മൾ പറയുന്നത് അഗ്രിഗേറ്റ് ഡിമാൻഡിലുള്ള ഇൻസഫിഷ്യൻസിയാണ്. എക്കോണമിയിൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് കുറവാണ്. അതുകൊണ്ട് തന്നെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അൺസോൾവ് കമ്മ്യൂണിറ്റിയും കാര്യങ്ങളോട് ഉണ്ടാകാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഡിമാൻഡ് സൈഡ് വീക്ക് ആണെങ്കിൽ പ്രൊഡക്ഷൻ സൈഡ് അധികമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യേണ്ട യാതൊരു ആവശ്യകതയില്ല. അപ്പൊ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എല്ലാ ലേബർ സപ്ലൈ അബ്സോർവ് ചെയ്യുന്ന ഒരു ഗിവൺ സിറ്റുവേഷൻസ് എവിടെ ഇല്ല? കെനീഷ്യൻ സിസ്റ്റത്തിൽ ഇല്ല. എസ്പെഷ്യലി വേജ് ഡൗൺവേർഡ് ടെൻഡൻസി ഇവിടെ ഇല്ല. അതായത് പ്രൊഡക്ഷൻ കുറഞ്ഞു കഴിയുമ്പോഴത്തേനും ലേബർ ഡിമാൻഡ് കുറയുമ്പോൾ വേജ് റേറ്റ് കുറയേണ്ടതാണ് യൂഷ്വലി ക്ലാസിക്കൽ തിയറി അനുസരിച്ച്. പക്ഷേ കെയ്ൻസ് പറയുന്നത് വേജ് റേറ്റ് കുറയില്ല, അവിടെ വേജ് പ്രൈസ് റിജിഡിറ്റീസ് അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ്? അൺഎംപ്ലോയ്മെന്റ് നാച്ചുറലി ക്ലിയർ ചെയ്യപ്പെടില്ല. സോ അപ്പൊ ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് ക്ലാസിക്കൽ സിസ്റ്റോ ന്യൂ ക്ലാസിക്കൽ സിസ്റ്റോ അല്ല, പിന്നെ എന്താണ്? എക്സാക്ട്ലി ന്യൂ കെനീഷ്യൻ അല്ലെങ്കിൽ കെനീഷ്യൻ സിസ്റ്റത്തിന്റെ ഫീച്ചർ ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ ഒരിക്കലും നമുക്ക് ഈ ക്വസ്റ്റിന്റെ ഓപ്ഷൻ ആയിട്ട് നമുക്ക് പരിഗണിക്കാൻ ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെന്റ് സാധിക്കില്ല. പല പ്രാവശ്യം പല ഡിഫറെന്റ് കോൺസെപ്റ്റിൽ ഈ ക്വസ്റ്റൻ ചോദിച്ചിട്ടുണ്ട്, നോട്ട് ചെയ്ത് വെച്ചോളാം. അടുത്ത ഓപ്ഷൻ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കിയേ, എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന ക്ലാസിക്കൽ സിസ്റ്റം നമ്മൾ എടുത്ത് കഴിയുമ്പോൾ ഒരു കാരണവശാലും ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെന്റ് വരില്ല. എന്തുകൊണ്ടാണ്? ക്ലാസിക്കൽ സിസ്റ്റത്തിൽ ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെന്റ് പോസിബിലിറ്റി ഇല്ല എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. കെനീഷ്യൻ സിസ്റ്റത്തിലാണ് ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെന്റ് വരുന്നത്. എന്തുകൊണ്ടാണ്? വേജ് പ്രൈസ് റിജിഡിറ്റി ഉള്ളതുകൊണ്ടാണ് ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെന്റ് വരുന്നത്. പക്ഷേ ഇവിടെ എന്താണ്? വേജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റി ആണ് ഉള്ളത്. വേജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റി ഉള്ളിടത്തോളം കാലം, മാർക്കറ്റ് നാച്ചുറലി ക്ലിയർ ചെയ്യുന്നിടത്തോളം കാലം എപ്പോഴും എക്കോണമിയിൽ എന്തേ വരുള്ളൂ? ഈ പറയുന്ന വോളണ്ടറി അൺഎംപ്ലോയ്മെന്റ് വരുള്ളൂ. അപ്പൊ ഒരു കാരണം വെച്ചാലും ന്യൂ ക്ലാസിക്കൽ അല്ലെങ്കിൽ ക്ലാസിക്കൽ സ്കൂൾ ഓഫ് തോട്ട് നമുക്ക് ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെന്റുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കത്തില്ല. അവിടെ വോളണ്ടറി അൺഎംപ്ലോയ്മെന്റ് ആണ് ഉള്ളത്. കാരണം നാച്ചുറലി മാർക്കറ്റ് എപ്പോഴും എന്താണ്? ക്ലിയറിംഗ് ആണ്. വേജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. വേജ് പ്രൈസ് റിജിഡിറ്റി ഉണ്ടെങ്കിൽ ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെന്റ് വരുള്ളൂ. അപ്പൊ നമുക്ക് ന്യൂ ക്ലാസിക്കൽ സ്കൂൾ ഓഫ് തോട്ടിലോ ക്ലാസിക്കൽ സ്കൂൾ ഓഫ് തോട്ടിലോ ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെന്റ് പ്രസൻസ് ഉണ്ട് എന്ന് പറയുന്ന തിയറിറ്റിക്കലി അത് പൂർണ്ണമായിട്ടും തെറ്റാണ്. സോ അപ്പൊ നമുക്ക് ഓപ്ഷൻ ബി പൂർണ്ണമായിട്ടും തെറ്റാണ്. അത് കെനീഷ്യന്റെ ന്യൂ കെനീഷ്യന്റെ ഫീച്ചറാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നതാണ്. അടുത്ത എന്താണ്? ഡിസ്കൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ്. പല പ്രാവശ്യം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ഡിസ്കൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് എന്താണെന്നുള്ളത്. ഓക്കെ, ഡിഫറെന്റ് ഫോംസിൽ ചോദിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി അഗ്രികൾച്ചർ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്താണ് ഈ ക്വസ്റ്റിനോട് ചോദിച്ചിരിക്കുന്നത്. നാച്ചുറൽ ആയിട്ടുള്ള നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഒരു ഫോംസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കുക ഡിസ്കൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രധാനമായിട്ടും ഏത് പറഞ്ഞിരിക്കുന്നത് ഒരു ഡെവലപ്പിംഗ് എക്കോണമിയുടെ ഫീച്ചർ ആയിട്ടാണ് നമ്മൾ എന്തിനാ ഡിസ്കസ് ചെയ്യപ്പെടുന്നത്? ഡിസ്കൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഐ മീൻ ഏത് പറഞ്ഞിരിക്കുന്നത് 10 പേര് കൂടി പ്രൊഡ്യൂസ് ചെയ്യേണ്ട ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് 15-16 പേര് കൂടി പ്രൊഡ്യൂസ് ചെയ്യുക എന്തായിരിക്കും അവിടുത്തെ ഗിവൺ സിറ്റുവേഷൻ എന്ന് പറയുന്നത്? അതായത് അതിന്റെ മാക്സിമം ടോട്ടൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അതിന്റെ മാക്സിമം 10 പേര് എത്തുമ്പോൾ തന്നെ റീച്ച് ചെയ്യും. പിന്നീട് 11, 12, 13, 14, 16 വരെ എത്ര പേര് വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ഔട്ട്പുട്ട് അവിടെ ഇൻക്രീസ് ചെയ്യുന്നില്ലാത്തൊരു ഗിവൺ സിറ്റുവേഷൻ. അതാണ് ഡിസ്കൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് എന്ന് വെച്ചാൽ. മാർജിനൽ പ്രൊഡക്ടിവിറ്റി 0 ആയിരിക്കും അല്ലെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും. യൂഷ്വലി ഡെവലപ്പിംഗ് എക്കോണമിയിൽ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് അഗ്രികൾച്ചർ സെഗ്മെന്റ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടുന്നത് ഡിസ്കൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് ഓർ അതർവൈസ് ദിസ് കോൾഡ് വാട്ട് ദ ഹിഡൻ അൺഎംപ്ലോയ്മെന്റ് നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. പല പ്രാവശ്യം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ പോയിന്റ് ഓഫ് വ്യൂ ആ ഓപ്ഷൻ എന്താണ്? പൂർണ്ണമായിട്ട് നമുക്ക് തെറ്റാണ് എന്നുള്ളതാണ്. ഓക്കെ, ഒരു കാരണവശാലും ഡിസ്കൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതിന്റെ ഫീച്ചർ അല്ല? ന്യൂ ക്ലാസിക്കൽ ക്ലാസിക്കൽ സ്കൂൾ ഓഫ് തോട്ടിന്റെ ഫീച്ചർ അല്ല. അത് പൂർണ്ണമായിട്ടും എന്താ പറയുന്നത് ഒരു ഡെവലപ്പിംഗ് എക്കോണമിയിൽ കാണുന്ന വൺ ഓഫ് ദി മേജർ സിറ്റുവേഷൻസ് ആയിട്ട് നമുക്ക് പറയാവുന്നതാണ് ഈ പറഞ്ഞിരിക്കുന്നത് ഡിസ്കൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. എസ്പെഷ്യലി നമ്മൾ പറഞ്ഞല്ലോ ഈ പറഞ്ഞിരിക്കുന്ന ന്യൂ ക്ലാസിക്കൽ സ്കൂൾ ഓഫ് തോട്ട്സ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടുന്ന അഡ്വാൻസ്ഡ് ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിലാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ക്യാപിറ്റലിസം ലേസേ ഫെയർ അല്ലെങ്കിൽ ഈ പറഞ്ഞ ക്ലാസിക്കൽ തിയറി എന്നൊക്കെ പറഞ്ഞ് പൂർണ്ണമായിട്ടും മനസ്സിലാക്കി വെക്കുക. അതൊരു ക്യാപിറ്റലിസ്റ്റ് കൈൻഡ് ഓഫ് ഐഡിയോളജിയാണ് എപ്പോഴും. ക്ലാസിക്കൽ തിയറി എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ടും ക്യാപിറ്റലിസം ആണ് കേട്ടോ ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഒരിക്കലും ഡിസ്കൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ഡെവലപ്പിംഗ് എക്കോണമിയിൽ കാണുന്ന ഫീച്ചറാണ്. അതൊരിക്കലും നമുക്കൊരു ക്ലാസിക്കൽ തിയറിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല? ഡിസ്കസ് ചെയ്യാൻ സാധിക്കില്ല. കാരണം ക്ലാസിക്കൽ തിയറിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടുന്ന ലൈസേ ഫെയർ പോളിസി അല്ലെങ്കിൽ ക്യാപിറ്റലിസം എന്ന് പറഞ്ഞിരിക്കുന്നത് പൂർണ്ണമായിട്ട് ഏതാണ്? അഡ്വാൻസ്ഡ് സൈഡാണ്. ദാറ്റ്സ് എ കറക്ഷൻ പോയിന്റ്. അതായത് ഡിസ്കൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്ന കോൺസെപ്റ്റ് നിങ്ങൾക്ക് മീനിങ് അറിയാൻ പല പ്രാവശ്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഡിസ്കൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് എന്തുകൊണ്ട് ക്ലാസിക്കൽ തിയറി ആയിട്ട് കണക്ട് ചെയ്തുകൂടാ? അതാണ് പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ക്ലാസിക്കൽ അതല്ലെങ്കിൽ ന്യൂ ക്ലാസിക്കൽ തിയറി എടുത്ത് കഴിയുമ്പോഴത്തേനും
അവിടുത്തെ ഒരു മേജർ ഫീച്ചറാണ് ലൈസേ ഫെയർ പോളിസി. ലൈസേ ഫെയർ പോളിസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപിറ്റലിസം ആണ് പ്യൂർലി അതിന്റെ മീനിങ്. അപ്പൊ ക്യാപിറ്റലിസം ഡിസ്കസ് ചെയ്യപ്പെടുന്ന തിയറിയിൽ ഒരു കാരണവശാലും അഡ്വാൻസ്ഡ് എക്കോണമിയെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആ ഒരു സിറ്റുവേഷനിൽ ഒരു കാരണവശാലും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കത്തില്ല, ഒരു ഡെവലപ്പിംഗ് എക്കോണമിയുടെ പോളിസി ആയിട്ട് അവിടെ ഡിസ്കസ് ചെയ്യാൻ നമുക്കത് സാധിക്കില്ല എന്നുള്ളത്. അപ്പം ഡെവലപ്പിംഗ് എക്കോണമിയുടെ സിറ്റുവേഷനിലാണ് ഡിസ്കസ് ആണ് നമ്മൾ വരുന്നത്. എന്നാൽ ന്യൂ ക്ലാസിക്കൽ തിയറി എന്ന് പറയുന്നത് ഏതാണ്? അഡ്വാൻസ്ഡ് എക്കോണമിയെ കുറിച്ച് ഡിസ്കസ് ചെയ്യപ്പെടുന്ന തിയറീസ് ആണെന്നുള്ളതാണ്. അപ്പൊ അഡ്വാൻസ്ഡ് എക്കോണമിയെ കുറിച്ച് ഡിസ്കസ് ചെയ്യപ്പെടുന്ന ന്യൂ ക്ലാസിക്കൽ തിയറിയിൽ ഒരു കാരണവശാലും നമുക്ക് എന്ത് ഡിസ്കസ് ചെയ്യാൻ സാധിക്കില്ല? ഡിസ്കൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ഡെവലപ്പിംഗ് എക്കോണമിയുടെ ഫീച്ചർ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ സാധിക്കില്ല. നോട്ട് മൈ പോയിന്റ്. അപ്പൊ എന്താണ് ന്യൂ ക്ലാസിക്കൽ തിയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപിറ്റലിസം ആണ്, അഡ്വാൻസ്ഡ് എക്കോണമിയാണ്. ഡിസ്കൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് എന്ന് വെച്ചാൽ ഡെവലപ്പിംഗ് എക്കോണമിയുടെ വൺ ഓഫ് ദി ഫീച്ചേഴ്സ് ആണ്. സോ ഒരു കാരണവശാലും ക്ലാസിക്കൽ തിയറിയിൽ ഡിസ്കൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കത്തില്ല? ഡിസ്കസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല. ക്ലിയർ അല്ലേ പോയിന്റ്? വളരെ എവിഡന്റ്ലി ഞാൻ ആ പറഞ്ഞ പോയിന്റുകൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് പോയിന്റിലേക്ക് നമുക്ക് അവിടെ പോവാം. അപ്പൊ ഡിസ്കൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് ഒരു കാരണവശാലും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കത്തില്ല? ന്യൂ ക്ലാസിക്കൽ തിയറികൾ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ സാധിക്കത്തില്ല. അത് പൂർണ്ണമായിട്ടും അഡ്വാൻസ്ഡ് എക്കോണമിയുടെ തിയറീസ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന ക്ലാസിക്കൽ തിയറി എന്ന് പറയുന്നത്. ഒരു ഡെവലപ്പിംഗ് എക്കോണമിയിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കില്ല. അടുത്ത പോയിന്റ് പറഞ്ഞിരിക്കുന്നതാണ് സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെന്റ്. നമുക്കറിയാം ബിസിനസ്സിൽ ഡൗൺ സിങ്സും അപ് സിങ്സും ഉണ്ടായിരിക്കും ബിസിനസ് സൈക്കിൾ അനുസരിച്ച് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേനും ഈ പറഞ്ഞിരിക്കുന്ന ഓഫ് സീസൺസ് ഉണ്ടായിരിക്കാം. ഓഫ് സീസൺസിൽ എല്ലാവർക്കും ഒരുപാട് അഡീഷണൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. സീസൺ ആണെങ്കിൽ ഒരുപാട് അഡീഷണൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഓഫ് സീസൺ ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിയിലേക്ക് കട്ടിംഗ് ഒക്കെ വരാനുള്ള പോസിബിലിറ്റീസ് അവിടെ ഉണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന ഏതുമായിട്ട് ബന്ധപ്പെട്ട ബിസിനസ് സൈക്കിളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ടൂറിസം പോലുള്ള ഒരു മേഖലയൊക്കെ എടുത്ത് കഴിഞ്ഞാൽ സീസൺ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് എംപ്ലോയീസിനെ അതിനെ അബ്സോർബ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഓഫ് സീസൺ ആണെന്നുണ്ടെങ്കിൽ മിനിമം ആൾക്കാരെ വെച്ച് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ? റൺ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെന്റും ഏതുമായിട്ട് കണക്റ്റഡ് അല്ല? റിയൽ ബിസിനസ് സൈക്കിൾ തിയറി ആയിട്ട് കണക്റ്റഡ് അല്ല. നോട്ട് ദ പോയിന്റ്. റിയൽ ബിസിനസ് സൈക്കിളാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ പോയിന്റ് ഓഫ് വ്യൂ നമുക്കവിടെ വരുന്നതാണ്. പക്ഷേ റിയൽ ബിസിനസ് സൈക്കിൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, അവിടെ സൈക്ലിക്കൽ ചേഞ്ചസ് ഇല്ല എന്ന് ചോദിച്ചാൽ സൈക്ലിക്കൽ ചേഞ്ചസ് ഉണ്ട്. പക്ഷേ സൈക്ലിക്കൽ ചേഞ്ചസിന്റെ മേജർ റീസൺ ആയിട്ട് പറയുന്നത് ഷോക്സ് ആണ്. ഷോക്സ് ഇല്ല എന്നുണ്ടെങ്കിൽ, നോട്ട് മൈ പോയിന്റ്, വിത്ത് ദി ആബ്സെൻസ് ഓഫ് ഷോക്സ് എക്കോണമി എപ്പോഴും എന്തായിരിക്കും? നാച്ചുറൽ റേറ്റിലായിരിക്കും ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് അൺഎംപ്ലോയ്മെന്റ് നാച്ചുറൽ റേറ്റ് ആയിരിക്കും. അപ്പൊ സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിന് ഒരു പോസിബിലിറ്റിയും ഇല്ല എവിടെ? ദ ന്യൂ ക്ലാസിക്കൽ സ്കൂൾ ഓഫ് തോട്ടിൽ. എന്താണ്? അതായത് റിയൽ ബിസിനസ് സൈക്കിൾ തിയറി ഡിസ്കസ് ചെയ്യപ്പെടുന്ന ന്യൂ ക്ലാസിക്കൽ സ്കൂൾ ഓഫ് തോട്ടിൽ ഒരു കാരണവശാലും എന്തിനുള്ള പോസിബിലിറ്റി ഇല്ല? സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെന്റ് പോസിബിലിറ്റി ഇല്ല. അതായത് ബിസിനസ് സൈക്കിൾ ചേഞ്ചസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. പക്ഷെ ഡിസ്കസ് ചെയ്യപ്പെടുന്നത് വളരെ വ്യക്തമാണ്. എങ്ങനെയാണ്? ഷോക്സ് ഉണ്ടാകുമ്പോഴാണ് അപ്സിങ്സോ ഡൗൺസിങ്സോ വരുന്നത്. പോസിറ്റീവ് ഷോക്സ് ആണെങ്കിൽ അപ്സിങ്സ്, നെഗറ്റീവ് ഷോക്സ് ആണെങ്കിൽ ഡൗൺസിങ്സ്. പക്ഷെ തിയറി അസ്യൂം ചെയ്യുന്നതാണ് ദി ആബ്സെൻസ് ഓഫ് ഷോക്സ്. എക്കോണമിയിൽ ഷോക്സ് ഇല്ല എന്നുണ്ടെങ്കിൽ എപ്പോഴും അവിടെ എന്തായിരിക്കും? നാച്ചുറൽ റേറ്റിലായിരിക്കും ഓപ്പറേറ്റ് ചെയ്യുന്നത്. ആൻഡ് ദെൻ അടുത്ത പോയിന്റുമായിട്ട് നമുക്ക് അവിടെ കണക്ട് ചെയ്യണം. എന്താണ്? റാഷണാലിറ്റി. റാഷണൽ ആണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. റാഷണാലിറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടുന്നത് എന്താ പറയുന്നത്? ആന്റിസിപ്പേറ്റഡ് ഷോക്സ് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവിടെ എന്ത് ചെയ്യപ്പെടും? ഫ്ലെക്സിബിലിറ്റീസ് ഉണ്ട്, ആൾക്കാർ അതിനോട് അഡ്ജസ്റ്റ് ചെയ്യപ്പെടും. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന അതിന്റെ ഇമ്പാക്ട് എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്സെറ്റ് ചെയ്ത് പോകുന്ന ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പം എവിടെയെങ്കിലും എന്തെങ്കിലും കൈൻഡ് ഓഫ് ഒരു ചേഞ്ചസിന് പോസിബിലിറ്റീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അൺആന്റിസിപ്പേറ്റഡ് ഷോക്സ് വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഈ ചേഞ്ചസ് വരുന്നത് എന്നാണ് ഈ പറഞ്ഞിരിക്കുന്ന റിയൽ ബിസിനസ് സൈക്കിൾ തിയറി പറയുന്നത്. അതായത് അൺആന്റിസിപ്പേറ്റഡ് ഷോക്സ് വരാനുള്ള പോസിബിലിറ്റീസ് വളരെ റെയർ ആണ് ബേസിക്കലി എന്നുള്ളതാണ്. അപ്പൊ എപ്പോഴും എക്കോണമിയിൽ കാണുന്ന എന്തായിരിക്കും? നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ആണെന്നുള്ളതാണ്. ഓക്കെ, അപ്പം ആബ്സെൻസ് ഓഫ് ഷോക്സ് ആണെന്നുണ്ടെങ്കിൽ നാച്ചുറൽ റേറ്റ് ആയിരിക്കും എക്കോണമി എപ്പോഴും ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നത്. ആന്റിസിപ്പേറ്റഡ് ഷോക്സ് ആണെങ്കിലും അതിനോട് ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, അഡ്ജസ്റ്റ് ചെയ്യപ്പെടും. നാച്ചുറൽ റേറ്റ് ആയിരിക്കും അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. പിന്നെയുള്ള ഒരേ ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് ഏതാണ്? അൺആന്റിസിപ്പേറ്റഡ് ഷോക്സ് വരിക എന്നുള്ളതാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പോലും അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ഈ പറഞ്ഞ രീതിയിലേക്ക് എന്താണ് ഒരു മേജർ കൈൻഡ് ഓഫ് ഫീച്ചർ ആയിട്ട് നമുക്ക് ക്ലാസിക്കൽ തിയറിയുടെ ന്യൂ ക്ലാസിക്കൽ തിയറിയുടെ പറയാൻ സാധിക്കത്തില്ല. ഏത്? ഈ സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. കാരണം അവർ ഫോക്കസ് ചെയ്യുന്നത് നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ആണ്. അപ്പൊ ഇതൊരു കൺഫ്യൂഷൻ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. എസ്പെഷ്യലി ഓപ്ഷനിൽ നമുക്ക് വോളണ്ടറി പ്ലസ് സൈക്ലിക്കൽ എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്വസ്റ്റിനിൽ പൂർണ്ണമായിട്ടും കോട്ട് ചെയ്യുന്നുണ്ട് ഏത് തിയറി എന്നുള്ളത്. റിയൽ ബിസിനസ് സൈക്കിൾ തിയറി ഓഫ് ന്യൂ ക്ലാസിക്കൽ സ്കൂൾ ഓഫ് കോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു ഡൗട്ട് വരാനുള്ള പോസിബിലിറ്റി ഉള്ള ഓപ്ഷനാണ്. പക്ഷേ ഇത് ഒരു കാരണവശാലും പരിഗണിക്കാൻ സാധിക്കത്തില്ല. ഇത് വളരെ വ്യക്തമായിട്ട് ഞാൻ ഇതിവിടെ എക്സ്പ്രഷൻ കൊടുത്തിട്ടുണ്ട്, നോട്ട് ചെയ്ത് പഠിച്ചോളാം. ഇനി നമുക്കവിടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ്. നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് മുന്നോട്ട് പോകുമ്പോൾ വളരെ നല്ല രീതിയിലേക്ക് നമുക്ക് പഠിച്ചുകൊണ്ടൊരു കോൺസെപ്റ്റ് ആണ്. പല പ്രാവശ്യം പല ഫോംസിലേക്ക് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. എന്നുമല്ല, നമുക്ക് ഈ പറഞ്ഞ രീതിയിലേക്ക് ഫിലിപ്സ് കർവ് ഒക്കെ ഡിസ്കസ് ചെയ്യുമ്പോഴത്തേന് നമ്മളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബേസിക്കലി വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് ലോങ് റണ്ണിൽ അൺഎംപ്ലോയ്മെന്റും ഈ പറഞ്ഞിരിക്കുന്ന ഇൻഫ്ലേഷൻ നമ്മൾ ട്രേഡ് ഓഫ്
കാണില്ല എന്നൊരു ഗിവൺ സിറ്റുവേഷൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടുന്നുണ്ട്. ആ ട്രേഡ് ഓഫ് ഇല്ലാതിരിക്കുന്നതിന്റെ ബേസിക് റീസൺ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടുന്ന മോണിറ്ററിസ്റ്റിന്റെ വൺ ഓഫ് ദി മേജർ പോയിന്റ് ആണ്. സോ കാരണം ലോങ് റണ്ണിൽ ഈ പറഞ്ഞിരിക്കുന്ന എക്കോണമിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ആണ്. നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എക്സാക്ട്ലി അവിടെ എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന ഡിമാൻഡ് സൈഡ് തിയറി കൊണ്ട് അതിന് നമുക്ക് സൊല്യൂഷൻസ് കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ട്രേഡ് ഓഫ് ഉണ്ടായിരിക്കത്തില്ല ഫിലിപ്സ് കർവ് എന്നൊക്കെ പറഞ്ഞ കോൺസെപ്റ്റ് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഫിലിപ്സ് കർവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വളരെ ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടുമ്പോൾ നമുക്കറിയാം സാധാരണഗതിയിൽ നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ പെട്ടെന്ന് നമുക്കത് ക്ലാസിക്കൽ തിയറിയുടെ ഫീച്ചർ ആയിട്ട് നമുക്ക് അവിടെ തോന്നും. ക്ലാസിക്കൽ തിയറിയുടെ ഫീച്ചർ ആണ്. പക്ഷെ ക്ലാസിക്കൽസ് ഒരിക്കലും സ്പെസിഫിക്കലി ഇതിനെ നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞിട്ടില്ല. അതായത് ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ് പ്ലസ് സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് ഈസ് ഈക്വൽ ടു നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ആണ്. ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണ്? മിൽട്ടൺ ഫ്രീഡ്മാനും എഡ്മണ്ട് ഫിലിപ്സും ആണെന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു പോയിന്റ് അവിടെ ഓർത്തിരുന്നോണം. അതായത് നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ഫുൾ എംപ്ലോയ്മെന്റ് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടുന്നത് എവിടെ? ക്ലാസിക്കൽസിൽ. നോട്ട് ദ പോയിന്റ്. ഡിഫറൻസ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. ക്ലാസിക്കൽസ് എപ്പോഴും പറയുന്നത് എന്താണ്? ഫുൾ എംപ്ലോയ്മെന്റ് ആണ്. ക്ലാസിക്കൽസ് പറയുന്നത് എന്താണ്? ഫുൾ എംപ്ലോയ്മെന്റ് ആണ്. ക്ലാസിക്കൽസ് എപ്പോഴും ഡിസ്കസ് ചെയ്യപ്പെടുന്നത് ഫുൾ എംപ്ലോയ്മെന്റ് ആണ്. ഓക്കെ, സോ ഇപ്പൊ ഫുൾ എംപ്ലോയ്മെന്റ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് അതിന്റെ മീനിങ്? ദർ ഈസ് പോസിബിലിറ്റി ഓഫ് നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ്. അതായത് അൺഎംപ്ലോയ്മെന്റ് സീറോ എന്നൊരു മീനിങ് അവിടെ ഇല്ല. വോളണ്ടറി അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാകാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഐ മീൻ നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാകാനുള്ള പോസിബിലിറ്റീസ് അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പം ക്ലാസിക്കൽസ് ഒരിക്കലും നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ അവരുടെ അൺഎംപ്ലോയ്മെന്റ് എപ്പോഴും നാച്ചുറൽ റേറ്റ് ആണ്. കാരണം ഫുൾ എംപ്ലോയ്മെന്റ് എന്ന് പറയുമ്പോൾ അവിടെ എന്തുണ്ടാകാനുള്ള പോസിബിലിറ്റി ഉണ്ട്? നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാകാനുള്ള പോസിബിലിറ്റി അവിടെ ഉണ്ട് എന്നതാണ്. എന്നാൽ നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ഈസ് ഈക്വൽ ടു ഫ്രിക്ഷണൽ പ്ലസ് സ്ട്രക്ചർ എന്ന് പറഞ്ഞ രീതിയിലേക്ക് ഒരു തിയറിറ്റിക്കൽ കോൺസെപ്റ്റ് ക്ലാരിറ്റി തന്ന് പൂർണ്ണമായിട്ടും അത് അവതരിപ്പിക്കുന്ന ആരാണ്? ഫ്രീഡ്മാനും എഡ്മണ്ട് ഫിലിപ്സും ആണ്. ആ ഒരു പോയിന്റ് അവിടെ ഒന്ന് ഓർത്തിരുന്നുണ്ട്. അപ്പൊ ക്ലാസിക്കൽസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടുമ്പോൾ അവിടെ എന്തുണ്ട്? നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ഉണ്ട്. പക്ഷെ ഒരിക്കലും ക്ലാസിക്കൽസ് നേരിട്ട് അവർ ഫുൾ എംപ്ലോയ്മെന്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ എന്തെന്ന് പറഞ്ഞിട്ടില്ല, അവിടെ നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് പറഞ്ഞില്ല. അപ്പൊ അത് അണ്ടർസ്റ്റുഡ് ആണ് ഐഡിയ എന്ന് പറയുന്നത്. നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേനും ബേസിക്കലി എന്താ പറഞ്ഞിരിക്കുന്നത്? ഫുൾ എംപ്ലോയ്മെന്റ് ആണ്. ക്ലാസിക്കൽസും അത് തന്നെയാണ് പറയുന്നത്. ഫുൾ എംപ്ലോയ്മെന്റ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സീറോ അൺഎംപ്ലോയ്മെന്റ് അല്ല. ജോലി ചെയ്യാൻ വില്ലിംഗ് ഇല്ലാത്ത ആൾക്കാർ ഉറപ്പായിട്ടും അൺഎംപ്ലോയിഡ് ആയിരിക്കും അവിടെ ബേസിക്കലി വോളണ്ടറി ഇൻ ടൈംസിൽ വരുന്ന ആൾക്കാർ. അപ്പം സീറോ അൺഎംപ്ലോയ്മെന്റ് അല്ല ഫുൾ എംപ്ലോയ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പ്രസൻസ് ഓഫ് എന്തുണ്ടായിരിക്കും? വോളണ്ടറി അൺഎംപ്ലോയ്മെന്റ് ഉണ്ടായിരിക്കാം, ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ് ആയിരിക്കും, സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് ഉണ്ടായിരിക്കും. സോ അപ്പൊ ഫുൾ എംപ്ലോയ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് എന്ന രീതിയിലേക്കുള്ള ഇന്റർപ്രിട്ടേഷൻ പിന്നീട് കൊണ്ടുവരുന്ന ആരാണ്? എഡ്മണ്ട് ഫിലിപ്സും മിൽട്ടൺ ഫ്രീഡ്മാനുമാണ്. ബട്ട് സ്റ്റിൽ ക്ലാസിക്കൽ തിയറിയുടെ വൺ ഓഫ് ദി ഫീച്ചേഴ്സ് ആയിട്ട് തന്നെ നമുക്ക് ഇൻഡയറക്ട്ലി നമുക്ക് പറയാൻ സാധിക്കും നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. പക്ഷെ അത് ഇന്റർപ്രിട്ടേഷൻ ആണ്. ഈ നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് വന്നിരിക്കുന്നത് എവിടെ നിന്നാണ്? ഫുൾ എംപ്ലോയ്മെന്റ് ആണ്. ഫുൾ എംപ്ലോയ്മെന്റ് എന്ന് വെച്ചാൽ അതിന്റെ മീനിങ് എന്താണ്? സീറോ അൺഎംപ്ലോയ്മെന്റ് എന്നല്ല, ദർ ഈസ് അൺഎംപ്ലോയ്മെന്റ്. അതേതാണ്? നാച്ചുറൽ കൈൻഡ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ആണ്. പക്ഷെ അത് സ്പെസിഫിക്കലി ആര് പറഞ്ഞിട്ടില്ല? ക്ലാസിക്കൽസ് പറഞ്ഞില്ല. അവര് ഫുൾ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നു. ഫുൾ എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ എന്താണ്? പ്രസൻസ് ഓഫ് നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ആണ്. പക്ഷെ അതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ആരാണ് കറക്റ്റ് ആയിട്ട്? ഫ്രിക്ഷണൽ പ്ലസ് സ്ട്രക്ചർ ഈസ് ഈക്വൽ ടു നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ആരാണ്? മിൽട്ടൺ ഫ്രീഡ്മാനും എഡ്മണ്ട് ഫിലിപ്സും ആണ്. അത് നമുക്ക് ക്വസ്റ്റ്യൻ പോയിന്റ് ഓഫ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് വലിയ രീതിയിലേക്ക് ഇത് പഠിച്ചു വരേണ്ടതാണ്. എസ്പെഷ്യലി ഫിലിപ്സ് കർവ് ഒക്കെ പഠിക്കുമ്പോൾ നമുക്കത് അറിഞ്ഞിരിക്കേണ്ടതാണ് എന്നുള്ളതാണ്. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് ദെൻ ഇപ്പൊ നമുക്ക് ഈ ക്വസ്റ്റിന്റെ ഒരു ബേസിക് ഫോമിലേക്ക് നമുക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? നമ്മുടെ ഓപ്ഷനിൽ കറക്റ്റ് ആൻസർ ഏതാണ്? വോളണ്ടറി പ്ലസ് നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന ന്യൂ ക്ലാസിക്കൽ സ്കൂൾ ഓഫ് തോട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ടൈപ്സ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് എന്ന രീതിയിലേക്ക് നമുക്കവിടെ പറയാൻ സാധിക്കുന്നതാണ്. ഓക്കെ, സോ ഇപ്പൊ പൂർണ്ണമായിട്ടും നമ്മുടെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ കോമ്പിനേഷൻ ആൻസർ എന്ന് പറയുന്നതാണ് A+E ആണ്. എ എന്ന് വെച്ചാൽ ഏതാണ്? വോളണ്ടറി അൺഎംപ്ലോയ്മെന്റ് ആണ്. ഇ എന്ന് വെച്ചാൽ ഏതാണ്? നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ആണ്. നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് പൂർണ്ണമായിട്ടും ഒരു ക്ലാസിക്കൽ സ്കൂൾ ഓഫ് പോയിന്റ് അല്ല. പക്ഷേ ക്ലാസിക്കൽസിന്റെ ഇന്റർപ്രിട്ടേഷൻസ് പിന്നീട് കൊണ്ടുവരുന്ന ആരാണ്? എഡ്മണ്ട് ഫിലിപ്സും ഈ പറഞ്ഞ രീതിയിലേക്കുള്ള മിൽട്ടൺ ഫ്രീഡ്മാനും ആണ് എന്നുള്ളതാണ്. ബട്ട് സ്റ്റിൽ ഫുൾ എംപ്ലോയ്മെന്റ് എന്ന് പറയുമ്പോൾ പ്രസൻസ് ഓഫ് നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് എന്ന് നാച്ചുറൽ ഇന്റർപ്രിട്ടേഷൻ ആണ് എക്കണോമിക്സിലേക്ക് നമുക്കവിടെ എത്തിക്കഴിയുമ്പോഴത്തേനും. ഓക്കെ, ആൻഡ് ദെൻ കൺഫ്യൂഷൻ പോയിന്റ് എന്താണ്? ഒരു കാരണവശാലും റിയൽ ബിസിനസ് സൈക്കിൾ തിയറിയാണ് ഡിസ്കസ് ചെയ്യപ്പെടുന്നതെന്നുണ്ടെങ്കിലും നമ്മൾ എന്ത് പരിഗണിക്കാൻ പാടില്ല? സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെന്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പാടില്ല. കാരണം ആബ്സെൻസ് ഓഫ് ഷോപ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നാച്ചുറൽ റേറ്റ് ആയിരിക്കും എന്നാണ് തിയറിയിൽ പറയുന്നത് തന്നെ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പൊ ഇതാണ് നമ്മുടെ ക്വസ്റ്റിന്റെ ആൻസർ. ഏത് പറയുന്നത്? A+E വരുന്ന D ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരേണ്ടത്. ലാസ്റ്റ് ടൈം നമുക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണെന്നുള്ളതാണ്.